തെക്കേടത്തെ മാധവന്റെ മോൻ ഒരു 40 വയസ്സുകാരിയെ കിട്ടിയെന്ന്. ഏ, 40 വയസ്സുകാരിയോ? ആ ചെറുക്കന് 30-നകത്തല്ലേ പ്രായം? ഉവ്, 27 മറ്റോ ആണ്. എന്താണെന്നൊന്നും അറിയില്ല. ചെറുക്കൻ ജോലി ചെയ്യണത് തിരുവനന്തപുരത്തല്ലേ, അവിടെങ്ങാണ്ടുള്ള പെണ്ണാണെന്ന്. രണ്ടും കൂടി പ്രേമമായി രജിസ്റ്റർ വിവാഹം ചെയ്തെന്നതേ ഇപ്പം മാധവനെ വിളിച്ചറിയിച്ചോന്നു. ഈ ചെക്കനത് എന്തിൻ്റെ കേടാണ്? പ്രേമിക്കാൻ അമ്മയുടെ പ്രായമുള്ള പെണ്ണിനെ മാത്രമേ കിട്ടുകയുള്ളോ? കാലം പോയ പോക്കേ. നാട്ടിലെല്ലായിടത്തും ആ വാർത്ത പരന്നു. കേട്ടത് സത്യമായിരുന്നു. തെക്കേടത്തെ തറവാട്ടിലെ മാധവന്റെ ഏക ആൺതരി ആനന്ദിനെ പറ്റിയാണ് എല്ലാവരും പറഞ്ഞത്. എറണാകുളം സ്വദേശിയായ ആനന്ദ് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് ജോലി നോക്കുന്നത്. അവിടെ ക്യാൻറ്റീൻ നടത്തിപ്പുകാരിയായ ഇന്ദുവിനെയാണ് അവൻ വിവാഹം ചെയ്തത്. 1 വർഷത്തോളമായുള്ള രണ്ടാളുടെയും പരിചയമാണ് പ്രണയമായതും അവിടെ നിന്നും വിവാഹത്തിലും കലാശിച്ചത്. ഇന്ദുവിൻ്റെ അടുത്ത ബന്ധുക്കൾ ആരും ജീവിച്ചിരിപ്പില്ല. ഒരു ഫാമിലി ടൂർ വേളയിലുണ്ടായ ബസ് അപകടത്തിൽ അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെ അടുത്ത ബന്ധുക്കൾ എല്ലാവരും മരണപ്പെട്ടിരുന്നു. ശേഷം ഒറ്റയ്ക്കായ അവൾ പരിചയക്കാരുടെ സഹായത്തിലാണ് ക്യാൻറ്റീൻ നടത്തിപ്പ് ഏറ്റെടുത്തത്. താമസം അടുത്തു തന്നെയുള്ള ഹോസ്റ്റലിലും. അതിനിടയിൽ വിവാഹകാര്യമൊക്കെ മാറുന്നു. എന്നാൽ അടുത്ത് പരിചയപ്പെട്ട 6 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആനന്ദ് തൻ്റെ ഇഷ്ടം ഇന്ദുവിനെ അറിയിച്ചിരുന്നു. എന്നാൽ പ്രായവ്യത്യാസം മൂലം തന്നെ ഒരുപക്ഷെ അവൻ്റെ ആഗ്രഹം മറ്റെന്തെങ്കിലും ആകുമെന്ന് കരുതി പരമാവധി അവൾ അകറ്റി നിർത്തി. എന്നാൽ പതിയെ പതിയെ ആനന്ദിൻ്റെ ഉള്ളിലെ സ്നേഹത്തിൻ്റെ ആത്മാർത്ഥത മനസ്സിലാക്കവേ അറിയാതെ ഇന്ദുവിൻ്റെ ഉള്ളിലും ഒരിഷ്ടവും പ്രതീക്ഷകളും ഒക്കെ ജനിച്ചു. ഒടുവിൽ അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി തന്നെയാണ് അവർ വിവാഹിതരായതും. ഉള്ളിൽ പേടിയുണ്ടായിരുന്നെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ടാണ് ആനന്ദ് മാധവനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അപ്പോൾ മുതൽ മാധവൻ പിന്നെ മറുപടി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ആനന്ദ്, നീ ഈ ചെയ്തത് എടുത്തുചാട്ടമായി പോയെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും നിന്റെ വീട്ടുകാർ നമ്മുടെ ഈ ബന്ധം അംഗീകരിക്കില്ല. ഞാൻ കാരണം നീ ഒറ്റപ്പെടും. അത് പറയുമ്പോൾ ഇന്ദുവിൻ്റെ ശബ്ദം ഇടറിയിരുന്നു. ഒരിക്കലും ഞാൻ ഒറ്റപ്പെടില്ലടോ, എനിക്കൊപ്പം താനുണ്ടല്ലോ. പിന്നെ ശരിയാണ്, ഈ ബന്ധം എല്ലാവർക്കും കൗതുകമായേക്കാം, പലരും കളിയാക്കിയേക്കാം, പുച്ഛിച്ചേക്കാം. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. കാരണം നമ്മുടെ ഉള്ളിൽ കള്ളത്തരമില്ല. വീട്ടുകാർ ഉപേക്ഷിച്ചാൽ നമുക്കിവിടെ തിരുവനന്തപുരത്ത് തന്നെ സെറ്റിലാകാം. തനിക്കും എനിക്കും മാന്യമായ വരുമാനം ഉള്ളിടത്തോളം കാലം ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. സുഖമായി ജീവിക്കാനും കഴിയും. ആനന്ദിൻ്റെ ആശ്വാസവാക്കുകൾ ഇന്ദുവിൻ്റെ മുഖത്തെ വേവലാതി അകറ്റി. ഈ സമയം തന്നെ തെക്കേടത്ത് തറവാട്ടിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു. നാട്ടിലെ പേരുകേട്ട തറവാട്ടുകാർ ആയതിനാൽ തന്നെ ആനന്ദിൻ്റെ ഈ പ്രവൃത്തി വലിയ നാണക്കേടായി എന്നാണ് ബന്ധുക്കൾ വിലയിരുത്തിയത്. ഇനി മേലിൽ അവനെ വീടിനുള്ളിൽ കയറ്റരുതെന്ന് മൂത്ത കാരണവർ ഉറപ്പിച്ചു പറയുമ്പോൾ മാധവൻ മൗനമായിരുന്നു. എന്നാൽ ആനന്ദിൻ്റെ അമ്മ ശ്രീദേവിക്ക് ഇതൊക്കെയും സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. വിങ്ങിപ്പൊട്ടി അവരെ ആശ്വസിപ്പിക്കുവാൻ ബന്ധുക്കൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമെന്നല്ലേ അവൻ പറഞ്ഞേക്കുന്നേ? അവളെ ഉപേക്ഷിച്ചിട്ടാണേൽ വീട്ടിലേക്ക് കയറ്റാൽ മതി. മാധവ, നീ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? മൂത്ത കാരണവർ കടുത്ത വാശിയിലായിരുന്നു. എന്തായാലും ഉച്ച കഴിഞ്ഞ് എത്തുമെന്നല്ലേ പറഞ്ഞത്? നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇന്ന് 2-1 ഉറപ്പിച്ചിട്ട് പോകാം ഇവിടെ നിന്ന്. ശ്രീദേവിയുടെ സഹോദരൻ സതീശനും കടുത്ത വാശിയിൽ തന്നെയായിരുന്നു. സമയം പിന്നെയും നീങ്ങി. ഉച്ച കഴിഞ്ഞ് 4 മണിയാകവേ ആനന്ദും ഇന്ദുവും തറവാടിനു മുന്നിലെ ഗേറ്റിനരികിലെത്തി. ഇന്ദുവിന് ധൈര്യം പകർന്നാണ് കൊണ്ടുവന്നതെങ്കിലും അച്ഛൻ്റെ പ്രതികരണം എന്താകുമെന്നതിൽ ആനന്ദ് വല്ലാതെ ഭയന്നിരുന്നു. ദേ വന്നു അസത്ത്, ആ മൂദേവിയെയും കൊണ്ട്. ബന്ധുക്കളിൽ ആരോ വിളിച്ചു പറഞ്ഞത് കേട്ട് ആദ്യം പുറത്തേക്ക് വന്നത് സതീശനാണ്. പിന്നാലെ മാധവനും ശ്രീദേവിയും മറ്റു ബന്ധുക്കളും. ആ, ഇതിപ്പോൾ കൊള്ളാം. ശ്രീദേവിയും അവൻ്റെ കെട്ടിയോളെയും കണ്ടിട്ട് ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. പുച്ഛത്തോടെ സതീശൻ അത് പറയുമ്പോൾ ഇന്ദുവുമായി പതിയെ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറി ആനന്ദ്. അവിടെ നിൽക്ക്. ഒറ്റയ്ക്കാണെങ്കിൽ ഇങ്ങോട്ട് വന്നാൽ മതി, അല്ലേ നേരെ തിരിച്ചു വിട്ടോ. മൂത്ത കാരണവർ ഉറഞ്ഞു തുള്ളുമ്പോൾ ആകെ ഭയന്നു പോയി ഇന്ദു. പേടിക്കണ്ട, ഞാനില്ലേ ഒപ്പം. അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ കൂട്ടി ആനന്ദ്. എന്നാൽ അപ്പോഴേക്കും സതീശനും മുന്നിലേക്ക് കയറി. ആനന്ദ്, അമ്മാവൻ പറഞ്ഞത് നീ കേട്ടില്ലേ? ഒറ്റയ്ക്കാണെങ്കിൽ മാത്രം അകത്തേക്ക് വന്നാൽ മതി. നിന്റെ കെട്ടിലമ്മ ഇവിടെ ആർക്കും കാണണ്ട.
ഈ വീട്ടിൽ വാഴാൻ ആരും സമ്മതിക്കുകയില്ല. ആ വാക്കുകൾ കേൾക്കെ ഒന്ന് നിന്നു ആനന്ദ്. അമ്മാവനല്ലല്ലോ അത് പറയേണ്ടത്, അച്ഛനല്ലേ. നാട്ടിൽ നവോത്ഥാനം വിളമ്പുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലേ എൻ്റെ അച്ഛൻ. ആ അച്ഛൻ പറയട്ടെ ഇറങ്ങിപ്പോകാൻ, എങ്കിലും ഞങ്ങൾ പൊക്കോളാം. മറുപടി പറഞ്ഞില്ല മാധവൻ. എന്നാൽ ആ സമയം കാലു കയറി അവൻ്റെ മുന്നിലേക്കെത്തി കവിളിൽ ആഞ്ഞടിച്ചു ശ്രീദേവി. തോന്നിയാസം പറയുന്നു ആസത്തെ. പൊന്നു പോലെ നോക്കി വളർത്തി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ നിനക്ക് നാണമില്ലേ? അടികൊണ്ട് പിന്നിലേക്ക് വീച്ചുപോയ ആനന്ദിനെ പിടിച്ചു നിർത്തിയത് ഇന്ദുവാണ്. ആനന്ദ് തെറ്റൊന്നും ചെയ്തിട്ടില്ല, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ശ്രീദേവിക്ക് മുന്നിൽ കെഞ്ചി അവൾ. ആ, അത് കൊള്ളാം. കുടുംബത്തിൽ വലിഞ്ഞു കയറി വന്നിട്ടിപ്പോ അവരെ വക്കാലത്തും പറഞ്ഞു തുടങ്ങിയോ? നിന്റെ കാര്യം സാധിക്കാൻ ഞങ്ങളുടെ ചെക്കന് മാത്രമേ കിട്ടിയുള്ളൂടി. അത്രയ്ക്കങ്ങ് മൂത്ത് നിൽക്കുമായിരുന്നിൽ നിനക്കതങ്ങ് തൊഴിലാക്കി കൂടായിരുന്നോ? അതാകുമ്പോൾ സുഖവും കിട്ടും, വരുമാനവും ആയനെ. കാണാൻ നല്ല തൊലിയെടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് കസ്റ്റമേഴ്സ് ആവശ്യം പോലെ വന്നേനെ. ഇന്ദുവിന് നേരെ അസഭ്യവർഷവുമായി സതീശൻ മുന്നിലേക്ക് കയറവേ തൻ്റെ ക്ഷമ നശിക്കുന്നത് തിരിച്ചറിഞ്ഞു ആനന്ദ്. അമ്മാവൻ ഇനി ഒരു വാക്ക് പറഞ്ഞു പോകരുത്. പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ അടിയായേക്കും. കടുത്ത രോക്ഷത്തിൽ ആനന്ദ് മുന്നിലേക്ക് കയറവേ രംഗം വഷളായി തുടങ്ങി. കൊള്ളാലോ ചെക്കൻ, അച്ചിയെ പറഞ്ഞപ്പോൾ അവനെ കയറി കൊണ്ടത് കണ്ടോ? എന്ത് കൂടോത്രം ചെയ്തിട്ടാണോ എന്തോ ഈ പൂതന ചെക്കനെ മെരുക്കിയെടുത്തത്. അകന്ന ഒരു അമ്മായി കൂടി അഭിപ്രായവുമായി മുന്നിലേക്ക് കയറവേ താൻ മൂലം അവിടെ ഒരു വലിയ പ്രശ്നമുണ്ടായേക്കാമെന്ന് ഉറപ്പിച്ചു ഇന്ദു. ഒന്ന് നിർത്തുമോ എല്ലാവരും? ഞാനൊന്നിനുമില്ല. എൻ്റെ പേരും പറഞ്ഞ് ആരും പ്രശ്നം ഉണ്ടാക്കുകയും വേണ്ട. സ്വന്തമെന്നോ ബന്ധമെന്നോ പറയാൻ ആരുമില്ലാത്തവളാണ് ഞാൻ. ആനന്ദ് എനിക്ക് മുന്നിൽ ഒരു ജീവിതം വെച്ച് നീട്ടിയപ്പോൾ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി. അതുകൊണ്ട് ഇറങ്ങി തിരിച്ചതാണ്. ഞാൻ പോയേക്കാൻ തിരികെ. അവസാന വാക്കുകളിൽ ഒച്ചയിടറിയെങ്കിലും ഒരുവിധം പറഞ്ഞൊപ്പിച്ച് തിരിഞ്ഞു നടന്നു ഇന്ദു. ഇന്ദു, പോവല്ലേ നീ? പിന്നാലെ തിരിഞ്ഞു ആനന്ദും. അത്രയും സമയം മൗനമായി നിന്ന മാധവൻ ആ സമയം പതിയെ മുന്നിലേക്ക് കയറി. ഒന്ന് നിൽക്ക് രണ്ടാളും. ആ ഉറച്ച വാക്കുകൾക്ക് മുന്നിൽ അറിയാതെ നിന്നുപോയി ഇന്ദുവും ആനന്ദും. തിരിയവേ അയാൾ ആനന്ദിൻ്റെ തൊട്ട് മുന്നിലെത്തിയിരുന്നു. അച്ഛാ, ഞാൻ മറുപടി പറയാൻ വാക്കുകൾക്കായവൻ പരതവേ ചെകിട്ടടക്കം ഒന്ന് പൊട്ടിച്ചു മാധവൻ. അമ്മയുടെ അടിപോലെ ആയിരുന്നില്ല ഇത്തവണ. നിലതെറ്റി ആനന്ദ് നിലത്തേക്ക് വീണുപോയി. ഓടിയെത്തി അവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ ഇന്ദുവും ഒന്ന് ഭയന്നു. അത് കലക്കിയാളിയാ, അടിച്ചിറക്കി ഈ അസത്തിനെ. സതീശന് മുന്നിലേക്ക് കയറി. ആ സമയം ആനന്ദിൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് വലിച്ച് തന്നോട് അടുപ്പിച്ചു മാധവൻ. ഈ അടി എന്തിനാണെന്ന് മനസ്സിലായോ നിനക്ക്? മറുപടിയില്ലാതെ ഭയന്ന് നിന്നുപോയി ആനന്ദ്. അത് കണ്ട് തുടർന്നു മാധവൻ. ഞാനടിച്ചത് നീ ഇവളെ കെട്ടിയതിനല്ല, പൊന്നുപോലെ നോക്കി വളർത്തിയിട്ടും ഇങ്ങനൊരു കാര്യം വന്നപ്പോൾ എന്നെയോ നിന്റെ അമ്മയോ അറിയിക്കാത്തതിനാണ്. ആ വാക്കുകൾ കേട്ട് ആകെ അന്താളിച്ചു നിന്ന ആനന്ദിന് മുന്നിലേക്ക് കയറി ശ്രീദേവിയും. നേരത്തെ ഞാൻ ഒന്ന് തന്നത് എന്തിനാണെന്ന് മനസ്സിലായിരുന്നോ? അതും നീ ഇവളെ കെട്ടിയതിനല്ല, ഇത്രയും ബന്ധുക്കളുടെ മുന്നിൽ വെച്ചിട്ട് നിന്റെ അച്ഛനെ കളിയാക്കുന്നത് പോലെ സംസാരിച്ചതിനാണ്. ഇത്തവണ എല്ലാവരും ഒന്ന് ഞെട്ടി. അപ്പോൾ ഈ കാണിച്ചു തോന്നിയാവാസത്തിന് നിങ്ങൾക്കൊരു പ്രശ്നവുമില്ലേ? സതീശൻ്റെ ചോദ്യം കേട്ട് മാധവൻ ഒന്ന് തിരിഞ്ഞു. സതീശ, അവൻ കണ്ടെത്തിയ പങ്കാളിക്ക് പ്രായം അല്പം കൂടുതലാണ്. അത് ശരിയാണ് എന്ന് കരുതി അതൊരു വലിയ തെറ്റൊന്നുമല്ല. ഞാൻ ദേ നിന്റെ പെങ്ങൾ ഈ ശ്രീദേവിയെ കിട്ടുമ്പോൾ എനിക്ക് 35ഉം ഇവൾക്ക് 19ഉമായിരുന്നു. അന്നാർക്കും ഒരു പ്രശ്നവുമില്ലായിരുന്നു, ഈ പറഞ്ഞ നിനക്ക് പോലും. ഇന്നും ഓരോ കല്യാണങ്ങൾ നോക്കുമ്പോൾ ചെറുക്കൻ എപ്പോഴും പെണ്ണിനേക്കാൾ പ്രായം കൂടുതലാണ്. നമ്മുടെ നാട്ടിൽ പൊതുവേ നടക്കുന്നതാണ് ഈ കെട്ടുന്ന ചെറുക്കന് പ്രായം എത്ര വേണോ ആകാം, പെണ്ണ് കൂടിപ്പോയാൽ കുറ്റം എന്നത്. ആ പരിപാടിയോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ജീവിതം അവരുടെയാണ്, ജീവിക്കുന്നത് അവരാണ്. അതിൽ പിന്നെ നമ്മൾ എന്തഭിപ്രായം പറയാൻ? അവൻ അവളെ ഇഷ്ടമായെങ്കിൽ അവർ ഒന്നിച്ച് ജീവിക്കട്ടെ, അത് തന്നെ നല്ലത്. മാധവൻ്റെ വാക്കുകൾ കേട്ട് എല്ലാവരും അന്താളിപ്പോടെ മുഖാമുഖം നോക്കുമ്പോൾ കൂടുതൽ ആശ്ചര്യം ആനന്ദിനും ഇന്ദുവിനുമായിരുന്നു. വാ പൊളിച്ചു നിൽക്കുന്ന ആനന്ദിൻ്റെ ചുമലിൽ ഒന്ന് തട്ടി മാധവൻ. അച്ഛൻ വെറുതെ വാക്കുകളിൽ മാത്രം നവോത്ഥാനം വിളമ്പി നടക്കുന്ന ആളല്ല മോനെ. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കെൽപ്പുള്ള ആൾ തന്നെയാണ്. അറിയാതെ മിഴികൾ നിറഞ്ഞുപോയി ആനന്ദിന്. ഈ സമയമൊക്കെയും
കേട്ട് കലികേറിയ മൂത്ത കാരണവർ മുന്നിലേക്ക് ചാടിക്കയറി. എന്ത് തൂന്നേസാണ് ഇവിടെ നടക്കുന്നത്? നിങ്ങൾക്കൊക്കെ എന്താ വട്ടാണോ? എൻ്റെ കുടുംബത്തിൽ ഇത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതെ, അതുതന്നെ എനിക്കും പറയാനുള്ളത്. സതീശനും വിട്ടുകൊടുത്തില്ല. എന്നാൽ അവർക്ക് മുന്നിൽ മാധവൻ മൗനമായി. പകരം ശ്രീദേവി ആ ദൗത്യം ഏറ്റെടുത്തു. അതെ, ഇത് ഞങ്ങളുടെ കുടുംബമാണ്. ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് പോകാം. ആരെയും പിണക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ആ അറുത്തുമുറിച്ച വാക്കുകൾക്ക് മുന്നിൽ പിന്നെ മറുപടി പറയുന്നത് പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ സതീശനും കാരണവരും മറ്റു ബന്ധുക്കളും ക്ഷണനേരം കൊണ്ട് കലതുള്ളി സ്ഥലം കാലിയാക്കി. വെറുതെ നിന്ന് മനുഷ്യൻ്റെ സമയം കളഞ്ഞു. പുല്ല്. ആരൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. അമ്മേ, അച്ഛാ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി പുണർന്നു ആനന്ദ്. ആ സമയം നിറകണ്ണുകളുമായി പിന്നിലേക്ക് തന്നെ നിന്നു ഇന്ദു. അത് കണ്ടിട്ട് പതിയെ ശ്രീദേവിയെ കണ്ണു കാണിച്ചു മാധവൻ. വേഗത്തിൽ ശ്രീദേവി ഇന്ദുവിൻ്റെ അരികിലെത്തി അവരുടെ കരം കവർന്നു. ഇന്ദു, വാ, വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് ആഗ്രഹമെങ്കിൽ ഇവിടെ ആരും എതിര് നിൽക്കില്ല. ഇനിയത് നിൻ്റെയും കൂടി വീട് തന്നെയാണ്. സന്തോഷത്തോടെ അവർ വീടിനുള്ളിലേക്ക് കയറുവാൻ തിരിഞ്ഞപ്പോഴേക്കും വീട്ടുജോലിക്കാരി കത്തിച്ച നിലവിളക്കുമായി എത്തി. ശ്രീദേവി ചേച്ചി, ഈ വിളക്ക് അങ്ങോട്ട് കൊടുത്തേ. ആദ്യമായി വീട്ടിലേക്ക് കയറുവല്ലേ? അത് കണ്ട് സന്തോഷത്തോടെ ആ വിളക്ക് വാങ്ങി ഇന്ദുവിന് നൽകി ശ്രീദേവി. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നഷ്ടമായ ബന്ധുക്കളെ തിരികെ കിട്ടിയ സന്തോഷത്തിൽ പുതിയ ജീവിതത്തിലേക്ക് ആനന്ദം ഒന്നിച്ച് വലതുകാൽ വെച്ച് കയറി ഇന്ദു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.